അപ്പം ആപ്പിൾ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ പെഹൽഗാമിലെ കാഴ്ചകളും ആപ്പിൾ ഹാർവെസ്റ്റും പോണി റൈഡും ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. റംസി ആപ്പിളിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത റൂമിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അടിപൊളി വ്യൂ ഉണ്ട്. ചാനൽ ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് ചേർന്നാണ്, ഇങ്ങനെ കമ്പിയൊന്നുമില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വലിയ വീടുകൾ, താഴെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസാണ്. മറ്റേ സൈഡിലേക്ക് നോക്കിയാൽ നല്ല വലിയ വീട് കാണാം. ഇവർ ഈ സ്റ്റൈല് വീടാണ് ആക്കൽ. ഏകദേശം 20 ലക്ഷം to 40 ലക്ഷമൊക്കെയാണ് ഇവർ വലിയ വീടുകൾക്ക് പൈസ എന്നാണ് പറഞ്ഞത് നമ്മൾ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ. എല്ലാം നല്ല കേരളത്തിലെ പോലെ ഒരു മതിലൊക്കെ കെട്ടി ബൗണ്ടഡായ വീടുകൾ. ഇപ്പം മൊത്തത്തിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹോം സ്റ്റേ. ഇവിടെ ഇതിപ്പം പെഹൽഗാമിൽ പോകും അല്ലാടാ റംസി. റംസി പുതിയ കാശ്മീരി സൂട്ടിട്ട് കാണിച്ചിരുന്നുണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടിയതാണ്. എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ഡൽ ലേക്കിൽ നിന്ന് നമ്മൾ മീന ബസാറിൽ വാങ്ങാൻ പറ്റും. കുറച്ചും കൂടി ദൂരെ നിന്ന് പാൻറ്റ് കിട്ടിയിട്ടാ, ജസ്റ്റ് ടോപ്പ് മാത്രമേ കിട്ടിയിട്ടു. ടോപ്പ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടമില്ല പോലെ ഇടലാണ്. റംസി കണ്ടുപിടിച്ച് അതിന് മാച്ചായ തട്ടും മാച്ചായ പാൻറ്റുമാണ്. ഈ ചപ്പൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നല്ല ചപ്പലിട്ടിട്ട് പുറത്തത് വേറെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇവിടെ പണ്ടത്തെ കാലത്തെ പോലത്തെ ഫർണിച്ചറെല്ലാം നമുക്ക് കാണാം. ഇത് കുറേ കാലം പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് ഹോം പോലെ നമുക്ക് പറയാം അല്ലേ. ഹെറിറ്റേജ് ഹോം സ്റ്റേ ആയിട്ട് ഒരു കട തുടങ്ങാം. നമ്മളിപ്പോൾ 2ാമത്തെ ദിവസം ഈ ഹോം സ്റ്റേയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരിക്കുകയാണ്. കുറച്ച് വെച്ചത്ത് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, ഇത് ഓംലെറ്റ് വരുന്നുണ്ട്, ചായ, ബട്ടറും ബ്രെഡും. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇവർ നമ്മളെപ്പോലെ രാത്രി ദോശക്കരച്ച് രാവിലെ ചുട്ട് ബുദ്ധിമുട്ടുന്ന സ്വഭാവത്തെ ഇവർക്കില്ല. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇത് കണ്ട, ഞാൻ ഒറ്റൊന്നിന് ബട്ടർ തേച്ച് തിന്നലായി. ഈ OCD പെട്ട് 3നും നല്ല വൃത്തിക്ക് തേച്ച് ഭ്രാന്തായിട്ട് ഈക്വലാക്കിയിട്ട് ഭ്രാന്താതുണ്ട്. അയാൾ ഇതും കൂടി ഓംലെറ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതായി അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ. വെൽക്കം ടു മൂൺഷൈൻ ഹോം. ഇത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാനാണ് തീരുമാനിച്ചത്. എപ്പം വരുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട്, നല്ല സേഫുമാണ്. ഫുഡും അടിപൊളി. അകത്ര 1,800 ബ്രേക്ക്ഫാസ്റ്റ് ഫുഡെല്ലാം അടക്കം അത്രയും ഐറ്റം ചേരും. പിന്നെ നമ്മൾ കുറച്ച് ടിപ്പും കൊടുത്തതിന് അത്രയും നല്ല സ്വഭാവം. മീലാദിൻ്റെ റാലിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റബീഉൽ അവ്വലല്ലേ, പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ കുറച്ചും കൂടി സമാധാനത്തിലാണ്. അല്ലാണ്ട് ബാക്കിയുള്ള പറയലുകളൊന്നും ചെയ്യുന്ന പോലെ കുറച്ചും ബഹളമൊന്നും ഇവിടെ ഇല്ല. വണ്ടിയിൽ പോകുന്ന നോയ്സ് കാരണം ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഓടിക്കുകയാണ്. ഇത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ വഴിക്കായിട്ട് നമുക്ക് സാഫ്രോൺ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും അങ്ങനെ പല കാര്യങ്ങളും കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്യാബ് ഡ്രൈവർ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഈ പോകുന്ന വഴിക്കായിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഓപ്പൺ ഫീൽഡ്സ് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഈ ടൈപ്പ് സ്ഥലങ്ങൾ ഇങ്ങനെ ഇവിടെ വിൽക്കാറുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഈ റൂട്ടിലൊക്കെ ഹൈവേ സൈഡിലൊക്കെ ആകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പ്ലോട്ടിനൊക്കെ 3 crore 4 crore അങ്ങനെയൊക്കെ വരും. അതും എല്ലാവർക്കും അവരങ്ങനെ സെൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. छोटे छोटे पेड़ ही होता है ये? इसमें छोटे छोटे पौधे निकलते हैं। अच्छा, जमीन से। अच्छा, तो जितना भी आप जमीन दोगे लेफ्ट और राइट, इसमें सारे में केसर होता है। खाली कश्मीर में वही एक जगह है, ओनली वन पर्टिकुलर प्लेस इन कश्मीर जहाँ पे केसर होता है। रेस्ट ऑफ द प्लेसेस किसी जगह केसर नहीं होता है। क्योंकि इस मिट्टी में अल्लाह ने कुछ खास रखा है, उसकी वजह से यहाँ पे केसर होता है। അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ദൈവമെന്തോ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഫലപുഷ്ടമായ മണ്ണും ഈ ഒരു ഒറ്റ പോയിന്റിൽ മാത്രമാണ് കേസർ അല്ലെങ്കിൽ സാഫ്രോൺ വളരൽ എന്നാണ് അവർ പറഞ്ഞത്. സാഫ്രോൺ എന്ന് പറയുമ്പം നമ്മളെ നാട്ടിലൊക്കെ
കുങ്കുമപ്പൂവിൻ്റെ വെള്ളം, കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു ഇതിട്ട് വെള്ളം ആൾക്കാർ കുടിക്കലുണ്ടല്ലോ, പാല്, സംഭവം കുങ്കുമപ്പൂവിൻ്റെ ആ ഇതിനെയാണ് ഒരു സാഫ്രോൺ എന്ന് പറയുന്നത്. അത് വളരെയധികം ഫലപുഷ്ടമായൊരു സംഭവമാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒരു പീടികയുണ്ട്, അവിടെ നിന്ന് നമുക്കത് വാങ്ങാൻ പറ്റും. ഒരു ഗ്രാമിന് 300 രൂപ എങ്ങാനും വരും. അപ്പോൾ ഒരു കിലോക്ക് ഏകദേശം 3 ലക്ഷം രൂപയാവുന്ന അവർ പറഞ്ഞത്. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലം കാശ്മീരിൽ ഈ രീതിയിൽ ഇത് വളരുന്ന ഒരേ ഒരു സ്ഥലമാണ് അവർ പറഞ്ഞത്. എങ്ങനെ പറ വെക്കുന്നത് ഇവിടുത്തെ ലാൻഡിലുള്ള വളരെ എന്തോ ഫലഭൂഷിതമായ മണ്ണ് കാരണമാണ് ഈ ഭാഗത്ത് മാത്രം വളരുന്നത്. ഒരു ഗ്രാമിന് 300 രൂപ, ഒരു ഗ്രാമിന് 300 രൂപ. അപ്പോൾ ഒരു കിലോ എന്ന് പറയുമ്പോൾ 3 ലക്ഷം. കുറച്ച് വേറെ ഏതോ ലൊക്കേഷനിൽ പോയാൽ ഏകദേശം 7 ലക്ഷം എന്നാണ്. ഗുജറാത്തിലാണ് അങ്ങനെ 7 ലക്ഷത്തിനാണ് പെർ kg വെക്കുന്നത്. ഒക്ടോബറിലാണ് ഇത് പൂക്കൽ എന്നല്ലേ പറഞ്ഞത്. ചെറിയ ചെടി വന്നിട്ട് അതിലാണ് അത് പൂക്കൽ. ഒക്ടോബർ സമയത്താണ് അത് പൂക്കൽ കൊല്ലത്തിൽ. ഇപ്പോൾ ലീഡർ റിവറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് കണ്ട ഒരു ആപ്പിൾ ഫാമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ആപ്പിൾസ് കാണാൻ പറ്റും അല്ലേ. ഇത് പഹൽഗാമിലേക്കുള്ള റൂട്ടിൽ ഒരു കുറേ ആപ്പിൾ കൃഷിയിലെ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ തന്നെ പറയും. ഇത് കണ്ട, ഇവിടെ കണ്ട നിറച്ചും ആപ്പിൾസ്. ഇത് തന്നെയല്ലേ റംസേ? ഇതവിടെ ആപ്പിൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല തിളങ്ങുന്ന ആപ്പിൾസ്. ഇതാണ് റംസേ, കണ്ട? റംസയ്ക്ക് സന്തോഷമാകുന്നുണ്ട് അല്ലേ? കണ്ട ഇവിടെ എല്ലാം അവിടെ കണ്ട കുറേ ആപ്പിൾസ്. അതിനെ പറയല് ഹാർവെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കുറേ ആപ്പിൾസ്. കാണുന്നുണ്ടോ? ഇവിടെ എല്ലാം കണ്ട ആപ്പിൾ കൃഷി. കുറേ കൂടി അങ്ങോട്ട് നിന്നേ, അങ്ങോട്ട് നിൽക്ക്. ഇതാ അവിടെ താഴെ അവർ സോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി ആപ്പിൾ. ഇവർ ഇവിടെ കുറേ ആപ്പിൾസിനെ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്ത് ആപ്പിൾസ് എന്ന് പറയാമോ എന്തോ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ കൂടാണ്ട് വേറെയും കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. റംസി ആണെങ്കിൽ ഇവിടെ ഭയങ്കരമായി ആപ്പിളിനെ റംസിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. റംസി ആപ്പിൾ തോട്ടത്തിലൂടെ നടന്ന് കളിക്കുകയാണ്. നമ്മളിപ്പം ഇവിടെ പലതരം ആപ്പിൾ ചട്നികളും ആപ്പിൾ ഉപകരണങ്ങളും ഇവിടെ നമുക്ക് ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. റംസി ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ റംസി? ഇവിടെ നിങ്ങൾക്ക് നിറച്ചും ആപ്പിൾ കൃഷി കാണാൻ പറ്റും. ഇവിടെ ചുറ്റും നമ്മളെ തലയുടെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ആപ്പിൾ കൃഷി കാണാൻ പറ്റും. കണ്ടാ നമ്മൾ രണ്ടാളും നിറച്ചും ആപ്പിൾ കൃഷി അടിക്കാൻ. റംസിയുടെ ബാക്കിലും കാണാൻ നിറച്ചും ചെറിയ താഴ്ചയിൽ നിങ്ങൾക്ക് ആപ്പിൾ കാണാൻ പറ്റും. നല്ല ഫുൾ കാട്ടിൽ കിട്ടുന്ന ഉണക്ക അടിപൊളി. ഇതാണ് നമുക്ക് റംസി ഇടുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്രഷ് ആപ്പിൾ ജ്യൂസ് അയാൾ ഇടുന്നത്. ഈ മരത്തിൽ വന്ന് പറിച്ച ആപ്പിൾ ഇവള് ബാക്കിലില്ലേ ഈ ആപ്പിളിനെ കൊണ്ട് ജ്യൂസ് അടിച്ച് തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതെടുക്കുന്നത് ഈ പാട്ട് ഓർമ്മയുണ്ടാവാനാണ്. ഇതൊരു കാശ്മീരി പാട്ടാണ്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്നത്. ഇതാണ് നമുക്കിൻ്റെ ഓപ്ഷൻ. റംസിക്കിടെ സന്തോഷിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പെഹൽഗാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു വാലികളിലേക്ക് പോണി റൈഡിന് പോകാമെന്നുള്ളതാണ്. അതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ നീ വരൂല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. नहीं नहीं वो केरला से है बस. वो भी केरला का हाँ घूमने भी शायद हाँ. ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതാ എൻ്റെ കുതിര ഇങ്ങോട്ട് പോകുന്ന കുതിര. ഏണ ഒന്ന് ഇങ്ങോട്ട് എത്തി നോക്കാൻ പറ്റുമോ? എനിക്ക് ഇങ്ങോട്ട് നോക്ക്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്ന കാണാം. ശരിയാണ്, നീ ഇങ്ങോട്ട് നോക്കണ്ട, അതിൻ്റെ ബാലൻസ് പോവും. നമ്മളിപ്പോൾ ഉള്ളത് ഏതോ ഒരു നദിയിലെ ഡാമിലാണ്. ഡാമുണ്ട്. ഇതെൻ്റെ കുതിര. ഞാൻ കുതിരമ്മ കയറിയിട്ടാണ് ഉള്ളത്. അംസീരെ കുതിര അവിടെ ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ്. ഗ്ലേഷ്യർ ഒഴുകി വരുന്നതുകൊണ്ട് ഇത്തരം ഫ്രഷ്നെസ്. പഹൽഗാം ഹെഡ് വർക്ക്സ്. അതിനിടയിൽ എൻ്റെ കുതിര മൂത്രയിച്ച്. ഇവരെ നദിയിൽ വെച്ച ഡാമിൽ വെച്ചിട്ടാണ് ഇവർക്ക് പവർ സെറ്റാക്കുന്നത്. നല്ല ഫ്രഷ് വാട്ടർ പോകുന്നത് കാണാൻ പറ്റും. ഇതാ എടാ ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾക്കൊരു അത്ഭുതം കാണിക്കണം. ഞാൻ കറുത്ത കുതിരമേൽ എൻ്റെ ഷൂ കറുത്തത്. അത് നീ എടുക്കൂലേ? ഓള കാര്യോട് ഇപ്പം പറഞ്ഞോളൂ. എന്നാ എനിക്ക് കാപ്പി ഷൂക്ക് കാപ്പി കുതിര ജുടുവായ ട്വിൻസ് ബഹന കറുത്ത ഷൂക്കിന് കറുത്ത കുതിര. ഞാൻ കാണാൻ പോകുന്നത് റീൽസിന് വേണ്ടിയുള്ള കുറച്ച് കോപ്രായങ്ങളാണ്. ഈ റീൽ ബോയ് നമ്മൾ അവർ പറയുന്ന പോലെ കുറച്ച് ആക്ട് ചെയ്യണമെന്ന്. നമുക്കാണെങ്കിൽ ഇതൊന്നും വലിയ വശമില്ല. ഒരു നമ്മൾ ശ്രമിച്ചു നോക്കിയാണ്. ओके स्टार्ट. കുതിരയിടുന്ന വെള്ളം കുടിക്കുന്നത് അല്ല. ഓളെ കാപ്പിക്കുതിരി എൻ്റെ കറുത്ത കുതിരി വെള്ളം കുടിച്ചിട്ട് നമ്മയിലേ അങ്ങോട്ട് കയറി. കുതിരയിൽ ഇങ്ങനെ കൊണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുള്ളിലോട്ട്. പൈൻ ട്രീസും ദേവദാരു ട്രീസാണ് ഈ ഭാഗത്ത് അധികം ഉള്ളത്. പഹൽഗാമിൽ ഒരുപാട് അധികം ടൂറിസ്റ്റുകളുണ്ട്. ശ്രീനഗറിനേക്കാളും നമുക്ക് ഒരുപാട് ആൾക്കാരുടെ കാണാൻ പറ്റും. ഫാമിലിയായി ബസ്സിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ കോഴിക്കോട് നിന്നൊരു മലയാളി സോളോ ട്രാവലറിന് മീറ്റ് ചെയ്തു. ഈ ഇപ്പം ഈ മുമ്പിൽ ഇരിക്കുന്ന ആൾ ഇൻസ്റ്റഗ്രാമിൽ വില്യം ന്യൂസൊക്കെ പേജിലെ ആളാണ്. നമ്മൾ ഇവരുമായി കൊലാബറേറ്റ് ചെയ്യാൻ റീൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുതിര സവാരി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കുതിര നല്ലോണം ട്രെയിൻഡായ കുതിരയാണ്. പായുന്നൊന്നുമില്ല. മല ഇറങ്ങുമ്പം വരെ നല്ല സമാധാനത്തിൽ പോകുന്നുണ്ട്. ഇവിടെ ഈ കാണുന്നത് ദേവദാരൂര മരവും പിന്നെ പൈൻ ട്രീസെല്ലാമാണ്. പിന്നെ അപ്പുറത്ത് നമുക്ക് ലെതർ റിവർ കാണാം. കുറേ ടൂറിസ്റ്റെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആൾക്കാരെ അവിടെ എല്ലാം കാണാം. എല്ലാവരും ഇവിടെ കുതിര സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുതിര ഒറ്റക്കൊറ്റക്ക് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്. നമ്മളെ കുതിരയാണെങ്കിൽ ഇടക്ക് വെള്ളം കുടിക്കാൻ നിർത്തിന്. പിന്നെ അതൊന്നും തിന്നാനൊന്നും പോകുന്നില്ല. അതിനെ പിടിച്ചിട്ടില്ലെങ്കിലും അത് ഒറ്റയ്ക്ക് തന്നെ പോകുന്നുണ്ട്. ഒരു പേടിക്കാനില്ല. ആദ്യമായിട്ടാണ് കുതിരയുമേ ഇങ്ങനെ ഇത്രയെല്ലാം മലമേലെ പോകുന്നെങ്കിലും പേടിക്കാനൊരു വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ തിരിച്ചെടുത്തി. ഇന്നിപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാനായി. ഒട്ടുമിക്ക എല്ലാ വാലിയും നമ്മൾ കവർ ചെയ്തു. ഇനി ബേതാബ് വാലി ഇത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മളിപ്പം ഇവിടെ എത്തിയിട്ട് തിന്നാൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ മെനുവിൽ
വസ്വാനും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ പൈസയൊന്നും കാണുന്നില്ല. പൊതുവേ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ നല്ല പൈസ ഉണ്ടാകും, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ റിസ്ത എന്ന് പറയുന്ന സംഭവം നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ ഇതാണ് ഇവരെ ഒതൻറ്റിക്. വസ്വാൻ്റെ പല വെറൈറ്റീസുമാണ്. അപ്പം അതിനോട് ഇവിടെ പൊതുവേ ഇവർ റൈസാണ്, ചോറാണ്. നമ്മൾ കേരളത്തിലെ പോലെ ചോറാണ് ഇവർ തിന്നൽ. വന്നാൽ എടുക്കാം. ഫുഡെത്തിയിട്ടുണ്ട്. ഇത് റിസ്ത എന്ന് പറയുന്ന ടൈപ്പ് വസ്വാൻ, ഇത് കബാബ് ടൈപ്പ് വസ്വാൻ, എല്ലാം മട്ടനല്ലാണ്. റൈസ് നമ്മുടെ നാട്ടിലെ പോലത്തെ ഉണ്ട റൈസ് അല്ല, ഏകദേശം മറ്റേ ബസ്മതി പോലത്തെ റൈസ്. നമ്മൾ ഫുഡ് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ഇവിടെ നമ്മൊരു കാര്യം കണ്ടുപിടിച്ച്, ഇടയിലെ കുതിരകളെല്ലാം ഓരോരോ യജമാനൻ്റെ കുതിരകളും അവരവൻ രാവിലെ മുതലേ അതിങ്ങനെ ഫുൾ കറങ്ങിയിട്ട്, അതിന് കെട്ടൊന്നും ഇട്ടിട്ടില്ല, അതിങ്ങനെ കറങ്ങിയിട്ട് അതിന് വേണ്ടുന്ന പുല്ലെല്ലാം തിന്നിട്ട് പിന്നെ അത് വീട്ടിലേക്ക് സ്വന്തം തന്നെ തിരിച്ചു പോകും. കാരണം അതെല്ലാ ദിവസവും തിരിച്ചു പോകും. അത് കാണാണ്ടാവുകയൊന്നും ചെയ്യില്ല. അതിൻ്റെ യജമാനോട് വല്ല കൂറുണ്ട് നമ്മൾ ആഗ്രഹിച്ചത്. കാരണം പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇയാൾ പ്രോട്ടീനും കൂടി തിന്നണമല്ലോ ഇയാൾക്ക്. അപ്പം ഇയാൾ ചനയും മറ്റേതെല്ലാം ഇല്ലേ, കടലയും മുതിര പോലത്തെ എല്ലാം സാധനങ്ങൾ ഇയാൾക്ക് തിന്നണം. അത് ഇവിടെ റോട്ടുമ്പോഴൊന്നും കിട്ടൂല. അപ്പോൾ അത് വീട്ടിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഒരു കാഴ്ചപ്പാട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇങ്ങോട്ട് ഒരു കാര്യം പറയാം. അതായത് ശരിക്കും പറയാൻ നമ്മളിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ 1,00,000-നുള്ളിൽ നമുക്ക് പൈസ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല സ്വിറ്റ്സർലാൻഡിലും മറ്റെടുക്കെല്ലാം പോയി പൈസ കളയുന്നതിന് പകരം കാശ്മീർ വന്നാൽ മതി. കാരണം ഇപ്പോൾ ഇത് നോക്കാം, ഈ വീടും ഈ ബാക്ക്ഗ്രൗണ്ടും നോക്കാം, കണ്ടോ? അതേ വ്യൂ നമുക്ക് നമ്മൾ ഇപ്പോൾ കാണിച്ചത് പെഹൽഗാമിൽ കണ്ടോ? ഓക്കെ, ഒരു ഇത്തിരി എയർ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്, ഫോഗിനെസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അധികം ഇവിടെ പച്ച പുല്ല് ഗ്രൂമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ഇത് നാച്ചുറലി നോക്കുമ്പോൾ വീടായാലും അന്തരീക്ഷമായാലും മറ്റേ ബിൽഡിങ്സ് ആയാലും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ. എന്നാൽ നമുക്കൊരു 1,00,000-നുള്ളിൽ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ വന്ന് സുഖമായിട്ട് കണ്ടിട്ട് പോകാനും പറ്റും. നമ്മൾ ഈ ലിഡർ റിവറിൻ്റെ അടുക്ക വന്നിരിക്കാനുള്ളത്. ഇവിടെ ആരോ എന്തെല്ലാം തിരുമ്പിയിട്ട് ആർത്തികളുണ്ട്, പിള്ളേരാണെന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം വീടുകൾ കാണാം. പിന്നെ ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. ഈ വെള്ളത്തിനാണെങ്കിൽ നല്ല അടിപൊളി ഇളം ബ്ലൂ കളറാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ക്രിക്കറ്റ് എല്ലാം കളിക്കുന്നുണ്ട്. ഇവിടുന്ന് അവള് കമൻട്രി ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ കളർ ഇതിൽ വൃത്തി കാണുന്നില്ല. നമ്മൾ വന്ന് കണ്ട റംസിയുടെ കാലടിയാന്ന് നിൽക്കുന്ന വെച്ചാൽ നമ്മളെ ലിഡർ റിവറിന്റെ താഴെ തന്നെ നമ്മൾ എത്തിയിരിക്കണേ. അങ്ങ് മലയുണ്ട്, ആ മുകളിലൊരു മല, ആ മലയിനാട്ട് അങ്ങ് ഒഴുകി ഗ്ലേഷ്യർ മാത്രമാണ് കേട്ടോ. ഇവിടുത്തെ കുറെ ആൾക്കാരുടെ തിരുപ്പനൊക്കെ ഉണ്ട്. ഭയങ്കര ഫ്രീസ് ആവുന്നുണ്ട് കേട്ടോ വെള്ളം. അയ്യോ കാല് പോയി. ഈ പെണ്ണിന്റെ കുരുത്തക്കേട് കണ്ട, ഈ നല്ലോണം ഒഴുക്കിലെ വെള്ളത്തിൽ ഓള്, തണുപ്പിലെ വെള്ളത്തിൽ ഓള് ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നൊന്നും ഇവിടെ കേൾക്കുന്നില്ല. എടാ പാടാ ഇങ്ങോട്ട്, മതി മതി. ഇപ്പം വരും, 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇതാണ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്.